ഹലോ വെൽക്കം ടു വിർച്വൽ ക്ലാസ് റൂം. PSC എക്സാംസിന് ആവശ്യമായിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്കിലെ കണ്ടൻറ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയാണ് നമ്മൾ എയിം ചെയ്യുന്നത്. അതിൽ 5ഉം 6ഉം നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 7ാം ക്ലാസ്സാണ് നമ്മളിപ്പം കറൻ്റ്ലി നോക്കുന്നത്. പുതിയ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ് കേട്ടോ. ഇപ്പം നമുക്ക് ഈ ഒരു വർഷമാണ് ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് ആയിട്ടുള്ളത്. അപ്പം കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മുടെ സിലബസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ക്ലാസ്സസ് ആയിട്ട് എടുക്കുന്നത്. ഇപ്പം നമ്മൾ സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നോക്കുന്നത്. ഫസ്റ്റും സെക്കൻഡും ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും മിസ്സായതുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ചാനലിൽ തന്നെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ 3ാമത്തെ ചാപ്റ്റർ വരുന്നത് നമ്മുടെ ഭരണഘടനയെ പറ്റിയിട്ടാണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന അതിൻ്റെ ഒരു ബിഗിനിങ്, ആ ഒരു സ്റ്റാർട്ടിങ് പോർഷൻസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഭരണഘടനയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ടോപ്പിക്കുകൾ സിലബസിൽ വരുന്നുള്ളൂ. നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതുമാണ്. അപ്പോൾ അത് നമുക്ക് പഠിച്ചു വെക്കുകയാണെങ്കിൽ ഏതൊരു എക്സാമിനായാലും നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്ത് വെക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം നമുക്ക് ഒരുപാട് പ്രീവിയസ് ഇയർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ കാണാൻ പറ്റും. ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും SCERT എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എക്സാമിന് എന്നുള്ളത്. കാരണം ഒരുപാട് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഒക്കെ ആൻസേഴ്സ് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളൊരു കോട്ട് നോക്കാം. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാക്കുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാവുന്ന ഇന്ത്യ. ഇത് യങ് ഇന്ത്യ എന്ന ജേണലിൽ മഹാത്മാഗാന്ധിയുടെ കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓർത്തു വയ്ക്കുക, മഹാത്മാഗാന്ധിയുടെ ജേണലാണ് ഇത് യങ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡയറക്റ്റ് ഭരണഘടനയുടെ കാര്യം നോക്കാം. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 1ാം സ്വാതന്ത്ര്യ സമരം. സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത്. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയ ദേശീയബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. ദേശീയബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. അവ ഏതൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ ചില ഉദാഹരണങ്ങളാണ്. ഇവയൊക്കെ എന്താണ്, വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുള്ള പ്രാദേശിക സംഘടനകളാണ്. പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ്. അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് എപ്പോഴാണ്? 1885 ഫസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്തോളുക. അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. വിദേശഭരണം അവസാനിപ്പിക്കുക എന്നതു മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മിത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ടു പോയിരുന്നത്. ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കന്മാർ ആഗ്രഹിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാവണം എന്ന് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളൊക്കെ അടിത്തറയായിട്ടുള്ളൊരു ഭരണഘടനയാണ് നമുക്ക് വേണ്ടതെന്നാണ് നേതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഭരണഘടനയുടെ മുൻഗാമി ആരാന്നുള്ളതാണ് പറയുന്നത്. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലേ? പക്ഷേ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 ജനുവരി 26 അപ്പം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ടും ഒരു 2.5 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഭരണഘടന
നമുക്ക് നിർമ്മിതമാവുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം കിട്ടി പുതിയ ഭരണഘടന ഉണ്ടാവുന്നത് വരെ നമ്മൾ ഏത് ഭരണഘടനയായിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപ് നമ്മൾ പിന്തുടർന്നിരുന്നത് എന്താണ്? ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ്. ഇത് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഭരണഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്, ഭരണഘടന വരുന്നതിന് മുൻപ് നിലവിലുണ്ടായിരുന്നത് എന്താണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. പഠിച്ചു വയ്ക്കാം. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്. താഴെയുള്ള ചിത്രം നിരീക്ഷിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു. 321 വിഭാഗങ്ങളും 10 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കും അധികാരം വിഭജിച്ചു നൽകിയിരുന്നു. അപ്പോൾ ഇത്രയും എന്താണ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകളാണ്. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു നൽകിയിരുന്നു. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. 321 വിഭാഗങ്ങളും 10 പട്ടികകളുമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഉണ്ടായിരുന്നത്. ഇനി ഭരണഘടന നിർമ്മാണത്തിലേക്ക്. 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നതിൻ്റെ ഒരു കാരണമാണ് 1946 ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. അവരുടെ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ളൊരു ഭരണഘടനാ നിർമ്മാണ സഭ. അതൊന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായത് ആരാന്ന് ചോദിച്ചാൽ ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശമാണ് 1946. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളാണ് നമ്മൾ നോക്കുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നിർമ്മാണ കാലയളവ്, അതായത് ഭരണഘടന നിർമ്മിക്കാനായിട്ട് എടുത്തിട്ടുള്ള ടൈമാണ് 2 വർഷം 11 മാസം 17 ദിവസം. അത് SCRT 17 ആണ്, ചിലതിന് നമുക്ക് 18 കാണാം. ഇപ്പോൾ SCRT ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ പഠിക്കാം. നമ്മുടെ ഭരണഘടന നിർമ്മിക്കാൻ എടുത്ത സമയമാണ് 2 വർഷം 11 മാസം 17 ദിവസം. ആദ്യത്തെ സമ്മേളനമാണ് 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണത്തിന് ശേഷം ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് എപ്പോഴാണ്? 1949 നവംബർ 26. നിലവിൽ വന്നത് 1950 ജനുവരി 26. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. അപ്പം ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26 ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാം പഠിച്ചു വെക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഭരണഘടന കാലയളവ്. ഭരണഘടന നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ആദ്യത്തെ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26. ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഇത്രയും പോയിന്റ് എന്തായാലും പഠിച്ചു വയ്ക്കാം കേട്ടോ. ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കുണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. മറ്റു രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത്.
ഇപ്പോൾ അത് നമുക്കറിയാലോ, നമ്മുടെ ഭരണഘടന നിർമ്മിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ 60ഓളം രാജ്യങ്ങളുടെ ഭരണഘടന അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഏറ്റവും നല്ല പോയിന്റുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഭരണഘടനയിലേക്ക് കടമെടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓരോ രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കാനുണ്ട്. അപ്പം പിന്നെ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ആ പോയിന്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇനി നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന അല്ലെങ്കിൽ ലിഖിത ഭരണഘടന എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഏതാണത്? ഇന്ത്യയുടെ ഭരണഘടനയാണ് ഏറ്റവും വലിയ ലിഖിത ഭരണഘടന. 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. അതും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിൽ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത്. ആ നിലവിൽ വരുന്ന ടൈമിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തേതാണെങ്കിൽ 25 ഭാഗങ്ങളും 470 അനുച്ഛേദങ്ങളും 12 പട്ടികകളുമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ രണ്ടും നമ്മൾ പഠിച്ചു വയ്ക്കണം. നിലവിൽ വരുന്ന സമയത്ത് 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളുമായിരുന്നു. പക്ഷെ ഇപ്പം എന്താണ്? 25 ഭാഗവും 470 അനുച്ഛേദവും 12 പട്ടികകളുമാണ് ഉള്ളത്. ആ പോയിന്റ് നോക്കുക. ഇനി വേറെ എന്തൊക്കെ സവിശേഷതകളാണെന്ന് വെച്ചാൽ പാർലമെൻ്ററി ജനാധിപത്യ ഭരണമാണ്. അതായത് രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകളാണ് നിയന്ത്രിക്കുന്നത്. ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉദ്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. പിന്നെ മൗലിക കടമകൾ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങൾ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. നിയമവാഴ്ച. എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിന് അതീതരല്ല. അതാണ് നിയമവാഴ്ച എന്ന പോയിന്റ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം. എത്രയാണ് ആ പ്രായം? 18 വയസ്സാണ് അല്ലേ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനം. ഏകപൗരത്വം. രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകതകളാണ്. ഒന്നുകൂടെ പറയാം. പാർലമെൻ്ററി ജനാധിപത്യ ഭരണം, ജനങ്ങളുടെ പരമാധികാരം, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, ഫെഡറലിസം, ഏകപൗരത്വം എന്നിവ. ഇനി നമ്മൾ നോക്കുന്നത് നിയമങ്ങളുടെ ഉറവിടം. നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചു നൽകുന്നു എന്നർത്ഥം. നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്കുള്ളത്. നമുക്ക് പഠിക്കാനുള്ള ഒരു നിയമമാണ് പോക്സോ ആക്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് 2012 കേട്ടോ. പോക്സോ ആക്ട് 2012. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. പോക്സോൻ്റെ ഫുൾ ഫോം ഉണ്ട്, അത് പഠിച്ചു വയ്ക്കണേ. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 ആണ്. 18 വയസ്സിനു താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായിട്ട് നിയമം പരിഗണിക്കുന്നുണ്ട്. ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പോക്സോ ആക്ട് 2012 ആണ്. അതേപോലെ അതിൻ്റെ ഫുൾ ഫോം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ആണ്. പിന്നെ അതിൽ കുട്ടി എന്ന് പറഞ്ഞ് പരിഗണിക്കുന്നത് ആരെയാണ്? 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായിട്ടാണ് പരിഗണിക്കുന്നത്. ഈ നിയമത്തെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം.
ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയുവാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു. ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോയിന്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഏത് വകുപ്പ് പ്രകാരമാണ്? വകുപ്പ് 19 പ്രകാരമാണ്. ആരാണത് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് അല്ലെങ്കിൽ ലോക്കൽ പോലീസും ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പോക്സോ മോണിറ്ററിംഗ് സെല്ല് 44-ാം വകുപ്പ് പ്രകാരമാണ് കേട്ടോ. പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഇനി ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നിയമത്തിൻ്റെ വ്യവസ്ഥ, സ്രോതസ് എന്നതിനു പുറമെ മറ്റേതെല്ലാം ധർമ്മങ്ങൾ ഭരണഘടന നിർവഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനുമെതിരായ സംരക്ഷണ കവചമായിട്ട് ഭരണഘടന വർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ഭരണഘടനയുടെ ധർമ്മങ്ങളാണ്. ഇനി ടെക്സ്റ്റിൽ കുറച്ച് ഭരണഘടനാ ഭേദഗതികൾ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിച്ചു പോകാം. ആ ഒരു ഇമേജിൽ നോക്കുകയാണെങ്കിൽ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. പിന്നെ ഫസ്റ്റ് ഭേദഗതി പറയുന്നത് ഭേദഗതി 1 1951 പട്ടികകളുടെ എണ്ണം 9 ആക്കി മാറ്റി. അതാണ് ഭേദഗതി 1. പിന്നെ വരുന്ന സമയത്ത് ഭേദഗതി 42-ാം ഭേദഗതി എന്താണ്? 1976 മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. 42-ാം ഭേദഗതിയിലാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തത്. 1976 പിന്നെ അടുത്തത് 44-ാം ഭേദഗതി. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 42-ഉം 47. ഇപ്പം ഈ പറയുന്ന പോയിന്റുകളൊക്കെ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. 44-ാം ഭേദഗതി 1978 സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായി. സ്വത്തവകാശം എന്തായി? ഈ ഒരു ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും മാറിയിട്ട് നിയമാവകാശമായി വന്നത്. 44-ാം ഭേദഗതിയാണ്. പിന്നെ ഭേദഗതി 73-ഉം 74-ഉം 1992 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം. പിന്നെ 86-ാം ഭേദഗതി 2002 വിദ്യാഭ്യാസം മൗലിക അവകാശമായി. പിന്നെ 101-ാമത്തെ ഭേദഗതിയാണ് 2016 ചരക്കു സേവന നികുതി, അതായത് GST. അപ്പം ഈ ഒരു ഭേദഗതികൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. 1-ാം ഭേദഗതി 1951 പട്ടികകളുടെ എണ്ണം 9 ആക്കി മാറ്റി. പിന്നെ 42-ാം ഭേദഗതി 1976 മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. 44-ാം ഭേദഗതി 1978 സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കി. പിന്നെ 73, 74 ഭേദഗതി 1992 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം. 86-ാം ഭേദഗതി 2002 വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി. 101-ാം ഭേദഗതി 2016 GST ആണ്, ചരക്കു സേവന നികുതി. കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി. എങ്ങനെയെല്ലാം ഭേദഗതികൾ വരുത്താമെന്ന് ഭരണഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട്. 368-ാം വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതിനാണ് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അതിനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിനാണ്. വകുപ്പ് 368 പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. പക്ഷെ അടിസ്ഥാന ഘടന നമുക്ക് ഭേദഗതി ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേസിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. അടിത്തറ ഇളക്കരുത്. 1973 കാസർഗോഡ് എടനീർ മഠത്തിൻ്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. ഏത് കേസാണ്? കേശവാനന്ദ ഭാരതി കേസ് 1973. അതിലാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തരുതെന്ന് പറയുന്നത്. വിദ്യാഭ്യാസം മൗലികാവകാശം.
വിദ്യാഭ്യാസം മൗലികാവകാശമാക്കപ്പെട്ടത് 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. നമ്മളിപ്പം പറഞ്ഞു അല്ലേ, 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 2002 വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി മാറുന്നത്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായി ചേർത്തിട്ടുണ്ട്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സുവരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം. ഈ ഒരു നിയമം 86 ഭേദഗതിയിലൂടെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റി. അത് എവിടെയാണ് ഉൾക്കൊള്ളിച്ചതെന്ന് വെച്ചാൽ ഭരണഘടനയിൽ 21A ഈ ഒരു വകുപ്പ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ഭേദഗതി അനുസരിച്ചിട്ടാണ് 2009 ഓഗസ്റ്റ് 4 ഒരു നിയമം നിലവിൽ വന്നു, വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ 6 മുതൽ 14 വയസ്സ് വരെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എന്താണ് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അത് പഠിച്ചു വയ്ക്കണേ. 6 മുതൽ 14 വയസ്സ് വരെ ഉള്ള വിദ്യാർത്ഥികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ചെറു ഭരണഘടന 1976 42 ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയിലെ ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണ്? 1976 42 ഭേദഗതിയാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 42 ഭേദഗതിയിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത്? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ 3 വാക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വേറെയും സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതറിയപ്പെടുന്ന പേരാണ് ഇത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്ന്. വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ഏറെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കാക്കി ഉയർത്താൻ കഴിയൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. നമ്മുടെ ഭരണഘടനയുടെ ചെറിയൊരു പോർഷൻ മാത്രമേ ഇപ്പോഴും എത്തിയിട്ടുള്ളൂ. ഇനിയും കുറേ കാര്യങ്ങൾ നമുക്കിതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളിതിൽ പറഞ്ഞത് ഒന്ന് ഭരണഘടനാ നിർമ്മാണ സഭയെ പറ്റി പറഞ്ഞായിരുന്നു അല്ലേ, അതുമായി ബന്ധപ്പെട്ട ഭരണഘടന നിർമ്മിക്കാൻ എടുത്തിട്ടുള്ള ടൈം എത്രയായിരുന്നു, അതിൻ്റെ പ്രധാന ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ സ്ലൈഡിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ എന്തായാലും പഠിച്ചു വയ്ക്കുക. നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നതാണ്. നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സിൽ എന്ത് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്.